നമസ്കാരം. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരുമെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ. ഗംഗാവാലി പുഴയിലെ ഇന്നലത്തെ തെരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു. മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപെ നദിയുടെ ആഴങ്ങളിൽ ഡൈവ് ചെയ്തിട്ടും കാര്യമുണ്ടായില്ല. മരകഷ്ണവും ചെളിയും പാറയും മാത്രമാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. തെരച്ചിൽ തുടരുമെന്ന് എംഎൽഎ കൂട്ടിച്ചേർത്തു. 12 ദിവസമായി പലതരം വെല്ലുവിളികളിൽ തട്ടി നിൽക്കുന്ന ഷിരൂരിലെ തെരച്ചിൽ ദൗത്യം ജില്ലാ ഭരണകൂടം ഒരു പുതിയ വഴി പരീക്ഷിക്കുന്നതാണ് കണ്ടത്. ഒരാഴ്ചയായി പ്രതിരോധ സേനാംഗങ്ങൾ മാത്രമുള്ള തെരച്ചിൽ രംഗത്തേക്ക് ജില്ലാ ഭരണകൂടം ഇന്ന് മുങ്ങൽ വിദഗ്ധരായ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ കൂടി രംഗത്തിറക്കി. വെള്ളത്തിലിറങ്ങിയുള്ള രക്ഷാപ്രവർത്തന പരിചയവും തീരദേശ കർണാടകയിലെ പുഴകളുടെ സ്വഭാവം കൃത്യമായി അറിയുന്നതും പരിഗണിച്ചാണ് ഇവരെ ഇന്നലെ ഇറക്കിയത്. ഉടുപ്പി ആക്വാമാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപെ നാവികസേനയുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിൽ മുങ്ങിയെങ്കിലും ട്രക്ക് കണ്ടെത്താനായില്ല. മൂന്നാം തവണ ഇറങ്ങിയപ്പോൾ നദിയിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ ദേഹത്ത് ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വർ മാൽപയെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത്. പുഴയിൽ ഇറങ്ങിയ ആളുമായി കരയിലുള്ളവർ ആശയവിനിമയം നടത്താറുണ്ട്. നദിക്കടിയിൽ വലിയ പാറകളുണ്ടെന്ന് എംഎൽഎ അറിയിച്ചു. ഗംഗാവാലി പുഴയുടെ അടിയിൽ ഒരു ലോറിയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഐബോൾ പരിശോധനയിൽ കിട്ടിയ 4ാം സിഗ്നലാണ് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചതെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. കരയിൽ നിന്ന് 132 മീറ്റർ അകലെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറിയുള്ളതെന്നാണ് നിഗമനം. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം ഉറപ്പോടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു. ലോറിയുടെ ക്യാബിൻ ഭാഗികമായി തകർന്ന നിലയിലാണെന്നും കളക്ടർ അറിയിച്ചു. തെരച്ചിൽ നിർത്തില്ലെന്നും ഇക്കാര്യം കളക്ടറോടും നേവിയോടും പറഞ്ഞിട്ടുണ്ടെന്നും MK രാഘവൻ MP പറഞ്ഞു. ഫ്ലോട്ടിംഗ് വെസൽ കൊണ്ടുവന്ന് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പുഴയിൽ ഇറങ്ങാനാണ് ശ്രമം. സാധ്യമായ എല്ലാ കാര്യങ്ങളും ഷിരൂരിൽ ചെയ്യുന്നുണ്ടെന്നും MP പറഞ്ഞു. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. നാവികസേനയുടെ കൂടുതൽ വൈദഗ്ധ്യം ഉള്ളവരെ നിയോഗിക്കണം എന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ തെരച്ചിൽ തുടരും. സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ടു പോകും. മറ്റ് നേവൽ ബേസിൽ വിദഗ്ധർ ഉണ്ടെങ്കിൽ എത്തിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. നദിയിലെ അടിയൊഴുക്ക് ഇന്നലെ 5.5 നോട്ട്സ് കിലോമീറ്റർ വേഗം ആയിരുന്നു. അറബിക്കടലിലും നിരവധി നദികളും തോടുകളും നിറഞ്ഞ ഉടുപ്പിയുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്നതിന്റെ പരിചയവും അതിനൊത്ത തന്റേടവുമാണ് ഈശ്വർ മാൽപയെ വേറിട്ടു നിർത്തുന്നത്. ഞങ്ങൾ സാമൂഹിക പ്രവർത്തകരല്ല, മറിച്ച് ലോകം ഒന്നാണെന്ന ഹൃദയവുമായി ജീവിക്കുന്നവരാണ്. ഈശ്വർ മാൽപയുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണിത്. ഉടുപ്പിക്കാരനായ ഈ മത്സ്യത്തൊഴിലാളി 2 പതിറ്റാണ്ടിനിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയ 20ഓളം പേരുടെ ജീവൻ രക്ഷിച്ചു. 200ഓളം പേരുടെ മൃതദേഹങ്ങൾ മുങ്ങിയെടുത്തു. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ള വിതരണക്കാരനാണ് 45കാരനായ ഈശ്വർ മാൽപെ. എങ്കിലും ഏതെങ്കിലും കോഴ്സിന് ചേർന്നിട്ടല്ല ആഴത്തിൽ പോയി തപ്പിയെടുക്കാനും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനും പഠിച്ചത്.